Hello all, welcome to XandY Mission Olympiad. അപ്പോൾ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് വേണ്ടി ഒളിമ്പ്യാഡ് എക്സാം പോലെയുള്ള ഹയർ ലെവൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സീരീസ് ചെയ്യുന്നത്. ബയോളജി പാർട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ചോദ്യം? ഇതാണ് അപ്പോൾ ഒരു NSO മോഡൽ അല്ലേ, നാഷണൽ സയൻസ് ഒളിമ്പ്യാഡ് മോഡൽ ക്വസ്റ്റൻ ആണ്. ദ അപ്വേർഡ് ഓർ ഡൗൺവേർഡ് മൂവ്മെന്റ് ഓഫ് ദ ഷൂട്ട് ആൻഡ് റൂട്ട് റെസ്പെക്റ്റീവ്ലി. അതായത് ഷൂട്ടിൻ്റെയും റൂട്ടിൻ്റെയും അപ്വേർഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ് മൂവ്മെന്റ് അല്ലേ റെസ്പെക്റ്റീവ്ലി ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗ്രാവിറ്റി. ഗ്രാവിറ്റിക്ക് എന്തുണ്ട്? അതിലൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഓക്കെ, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. സച്ച് മൂവ്മെന്റ് ഈസ് കോൾഡ്. അതിനെ ആ മൂവ്മെന്റിന് എന്താണ് പറയുക? ഗ്രാവിറ്റിസം. ഓക്കെ, ഗ്രാവിറ്റിസം നല്ലൊരു പേര് അല്ലേ. ജിയോട്രോപ്പിസം, ഗ്രാവിറ്റി ട്രോപ്പിസം, ഗ്രാവിറ്റി മൂവ്മെന്റ്. ആക്കാ നല്ല രസമുള്ള ഓപ്ഷൻസ് ഒക്കെയാണ്. എന്താണത്? നമുക്കറിയാം എന്താണ് ഈ സംഭവം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ റൂട്ടിൻ്റെയും ഷൂട്ടിൻ്റെയും ഒക്കെ അതിൻ്റെ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് പരിശോധിച്ചതൊക്കെ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും? ഇതാ ഇപ്പോൾ ഒരു പ്ലാന്റ് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ചെറിയൊരു പ്ലാന്റ് കേട്ടോ. അതിൻ്റെ ഷൂട്ട് എന്ത് ചെയ്യും? മുകളിലേക്കാണ്, ഇങ്ങനെയാണ് വളരുക. ഓക്കെ, അതിൻ്റെ റൂട്ട് താഴോട്ടാണ് വളരുക. ഓക്കെ, എന്ന് വെച്ചാൽ അത് ഈ താഴോട്ട് വളരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാവിറ്റി എങ്ങോട്ടേക്കാണ് പുള്ള് ചെയ്യുന്നത്? ഭൂമിയുടെ ഉള്ളിലേക്ക് അല്ലേ, ആ പുള്ളാണ് നടക്കുക. അപ്പോൾ ഇതെന്താണ്? പോസിറ്റീവ്ലി ഗ്രാവിറ്റിക്ക് അനുകൂലമായി പോവും. ഇതെന്താണ്? നെഗറ്റീവ്ലി ഗ്രാവിറ്റിക്ക് നേരെ വിരുദ്ധമായിട്ടാണ് പോകുന്നത്. ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിന് എന്താണ് പറയുക? നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. എന്താണ് അതിനെന്താ പറയുക? ജിയോട്രോപ്പിസം എന്നാണ് പറയുക. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ അത് എങ്ങനെയൊക്കെ സംഭവിക്കാം? ഇപ്പോൾ ഒരു നേരെയുള്ള ഒരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഷൂട്ട് ഗ്രോസ് എവേ ഫ്രം ദ ഗ്രാവിറ്റിയിൽ നിന്ന് എവേ ആയിട്ട്, അത് ഗ്രാവിറ്റിക്ക് നേരെ വിരുദ്ധമായിട്ട് നെഗറ്റീവായിട്ട് പോകും. അതിനെ നമ്മൾ നെഗറ്റീവ് ജിയോട്രോപ്പിസം എന്നാണ് പറയുക. നെഗറ്റീവ് ജിയോട്രോപ്പിസം. ഇനി റൂട്ടോ ഗ്രോസ് ടുവേർഡ്സ് ദ ഗ്രാവിറ്റിക്ക് അനുകൂലമായിക്കൊണ്ടാണ് റൂട്ട് വളരുക. അതിനെ നമ്മൾ പോസിറ്റീവ്ലി ജിയോട്രോപ്പിക് അല്ലെങ്കിൽ പോസിറ്റീവ് ജിയോട്രോപ്പിക് മൂവ്മെൻറ്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇത് നേരെ വെച്ച പ്ലാന്റ് അല്ലേ. ഇനി നമ്മളൊരു ചെരിച്ചൊരു പ്ലാന്റിനെ വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അവിടെയാണ് നമുക്ക് ഗ്രാവിറ്റി കൃത്യമായിട്ട് പറയാൻ. മറ്റേത് ഇങ്ങനെ മേലോട്ടും താഴോട്ടും എന്നുള്ളത് നമുക്ക് എന്തായാലും അറിയുന്നത് അല്ലേ. അപ്പോൾ ഒരു ചെരിച്ചു വെച്ച ഒരു ചെടിച്ചട്ടി വീണ് പോയി എന്ന് വിചാരിക്കാം. അങ്ങനെ ചെടിച്ചു വെച്ച ചെടിച്ചട്ടി എടുത്താലും നമുക്ക് അതിൻ്റെ വളർച്ച എങ്ങനെ കാണാൻ പറ്റുക? ഈ പ്ലാന്റ് ഇങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്യുമോ? ഇങ്ങനെ അങ്ങോട്ട് വളരുമോ? ഈ പ്ലാന്റ് ഇങ്ങനെ വളരുമോ? ഇങ്ങനെയാണോ വളരുക? അല്ല, അത് വളർന്നു കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും മേലോട്ടാണ് പോകുന്നത്. എന്ന് വെച്ചാൽ നെഗറ്റീവ്ലി ജിയോട്രോപ്പിക് ആയിക്കൊണ്ട് ഗ്രാവിറ്റിക്ക് നേരെ ഓപ്പോസിറ്റ്. ഗ്രാവിറ്റി താഴോട്ടല്ലേ, ചെടിച്ചട്ടി വീടുകൊണ്ട് ഗ്രാവിറ്റി അങ്ങോട്ടാവില്ലല്ലോ. അപ്പോൾ ഗ്രാവിറ്റിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിക്കൊണ്ട് അങ്ങോട്ടേക്കാണ് വളരുക. റൂട്ടാണെങ്കിലോ, റൂട്ട് നേരെ ഇങ്ങോട്ടേക്കാണോ വളരുക? അല്ല, അത് ചെടിച്ചട്ടി വീണുകൊണ്ട് അങ്ങോട്ടേക്ക് ഗ്രാവിറ്റി ഉണ്ടാവില്ല അല്ലേ, അത് താഴോട്ടാണ്. അപ്പോൾ റൂട്ട് താഴോട്ടും വളരും. അത് നെഗറ്റീവ്ലി ജിയോട്രോപ്പിക് മൂവ്മെൻറ്റ്. അപ്പോൾ ഈ രൂപത്തിലാണ് ജിയോട്രോപ്പിസം എന്ന് പറയുന്നത്. ഇതേപോലെ വേറെ ചില ടേംസ് കൂടി അല്ലേ, കീമോട്രോപ്പിസം, ഫോട്ടോട്രോപ്പിസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമുക്കറിയാം. അപ്പോൾ എന്താണ് കീമോട്രോപ്പിസം, എന്താണ് ഫോട്ടോട്രോപ്പിസം? ഇതൊക്കെ നമുക്ക് ഇത്തരം എക്സാമുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ചിലപ്പോൾ ചോദിച്ചേക്കാവുന്ന ഏരിയാസൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ കീമോട്രോപ്പിസം, ഫോട്ടോട്രോപ്പിസം പോലെയുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.